അസ്സലാമു അലൈക്കും. നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് നന്മയുള്ള ജീവിത പങ്കാളിയെ ലഭിക്കുക എന്നത്. എന്നാൽ ചിലപ്പോൾ വിവാഹ കാര്യങ്ങളിൽ പലപ്പോഴും തടസ്സങ്ങളോ നീട്ടിവെക്കലുകളോ അനുഭവപ്പെടാറുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ വിവാഹം പെട്ടെന്ന് ശരിയാവാൻ നമ്മൾ ഏതൊക്കെ സൂറത്തുകൾ ഓതണം എന്നതിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. അല്ലാഹു തആല ഖുർആനിൽ പറയുന്നു, നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ ഇണകളെ കണ്ടെത്തിയതും നിങ്ങൾ തമ്മിലുള്ള സ്നേഹം വർദ്ധിപ്പിച്ചു തന്നതും ഞാനാണ്. വിവാഹം എന്നത് അള്ളാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. രണ്ടു മനസ്സുകൾ തമ്മിലുള്ള സ്നേഹവും സന്തോഷവും നിറഞ്ഞ ഒരു പവിത്രമായ ബന്ധമാണ്. വിവാഹം എന്നത് പകുതി ഈമാൻ പൂർത്തിയാക്കുന്ന വലിയൊരു ഇബാദത്താണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ധാരാളം പെൺകുട്ടികൾ വിവാഹപ്രായമായി വിവാഹം ശരിയാവാതെ വിഷമിക്കുന്നു. അതുപോലെ തന്നെ അവരുടെ മാതാപിതാക്കൾ തൻ്റെ മക്കൾക്ക് നല്ലൊരു വിവാഹാലോചന വന്നിട്ടും ശരിയാവാതെ ഓരോ തടസ്സങ്ങൾ കൊണ്ടും മുടങ്ങിയിട്ടും വളരെയധികം സങ്കടപ്പെട്ടിരിക്കുന്നു. ധാരാളം സഹോദരന്മാർ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം വിവാഹം ശരിയാവാതെ നടക്കുന്നു. നമ്മുടെ പ്രായം കൂടി വരുന്നു. ആളുകൾ വിവാഹം ശരിയാവാത്തതിൻ്റെ പേരിൽ നമ്മളെ പരിഹസിക്കുന്നു. ഇത്തരം അവസ്ഥയിൽ അള്ളാഹുവിനോട് നമ്മുടെ വിഷമം പറഞ്ഞ് ദുആ ചെയ്യുക. ജീവിതത്തിൽ പ്രതിസന്ധികളോ തടസ്സങ്ങളോ ഉണ്ടാകുമ്പോൾ നിരാശപ്പെടാതെ അള്ളാഹുവിൽ മാത്രം വിശ്വസിക്കുക. തീർച്ചയായും അള്ളാഹു നമ്മുടെ സങ്കടങ്ങൾ കാണുന്നുണ്ട്. അള്ളാഹു തആല നിശ്ചയിച്ച സമയത്ത് നല്ല സ്വാലിഹീങ്ങളായ ഇണയെ നമ്മുടെ അടുത്തേക്ക് എത്തിച്ചു തരും. നമ്മുടെ എല്ലാ വിഷമങ്ങൾക്കും ആവശ്യങ്ങൾക്കും ഉത്തരമാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ. വിവാഹപ്രായമായ മക്കൾക്ക് വിവാഹം പെട്ടെന്ന് ശരിയാവാൻ വേണ്ടി ഖുർആനിൽ ചില സൂറത്തുകളുണ്ട്. ഇത് ഓതി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഖുർആനിലെ സൂറത്ത് ത്വാഹ, ഖുർആനിലെ 20-ാം അധ്യായം. ഈ സൂറത്ത് വിവാഹം പെട്ടെന്ന് ശരിയാവാൻ നമ്മളെ സഹായിക്കും. കാരണം മൂസ നബി അലൈഹിസ്സലാം ഫിർഔനിന്റെ കൊട്ടാരത്തിൽ നിന്ന് ഓടിപ്പോയി ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ മകളെ വിവാഹം കഴിച്ചത് ഈ സൂറത്തിൽ വിവരിച്ചിട്ടുണ്ട്. മൂസ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്തു, അള്ളാഹുവേ, നീ എനിക്ക് ഇറക്കിത്തരുന്ന ഏതൊരു നന്മയ്ക്കും ഞാൻ ആവശ്യമുള്ളവനാണ്. ഈ ദുആക്ക് ശേഷമാണ് അല്ലാഹു തആല മൂസ നബി അലൈഹിസ്സലാമിനെ നല്ലൊരു ജോലിയും ജീവിത പങ്കാളിയും ലഭിക്കുന്നത്. വിവാഹം പെട്ടെന്ന് നടക്കാൻ ഏറ്റവും ഫലപ്രദമായ ഒരു സൂറത്താണിത്, സൂറത്ത് ത്വാഹ. ഈ സൂറത്ത് പാരായണം ചെയ്യാൻ തഹജ്ജുദിന്റെ സമയമാണ് ഏറ്റവും നല്ലത്. എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് സൂറത്തുൽ ത്വാഹ ഓതിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അള്ളാഹുവേ, മൂസ നബി അലൈഹിസ്സലാമിന് നല്ലൊരു ജീവിത പങ്കാളിയെ കൊടുത്ത പോലെ എനിക്കും എത്രയും പെട്ടെന്ന് നല്ലൊരു ഇണയെ നൽകണമേ. ഇനി തഹജ്ജുദിന്റെ സമയത്ത് ഓതാൻ കഴിഞ്ഞില്ലെങ്കിൽ സുബഹിക്ക് ശേഷമോ മഗ്‌രിബിന് ശേഷമോ അതോ നമുക്ക് സൗകര്യപ്പെടുന്ന സമയത്തോ ഓതാവുന്നതാണ്. തീർച്ചയായും അള്ളാഹു കൂടിയാൽ 1 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് വിവാഹം പെട്ടെന്ന് ശരിയാക്കി തരും. അല്ലാഹു തആല എല്ലാം കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. ക്ഷമയോടെ കാത്തിരിക്കുക. അതുപോലെ തന്നെ സൂറത്തുൽ യാസീൻ ഓതുക. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറാനും വിവാഹം പെട്ടെന്ന് ശരിയാവാനും സൂറത്തുൽ യാസീൻ നമ്മളെ സഹായിക്കും. ദിവസേന രാവിലെ സൂറത്തുൽ യാസീൻ ഓതുന്നത് ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങൾ നീങ്ങാനും ആവശ്യങ്ങൾ നിറവേറപ്പെടാനും ഉത്തമമാണ്. അതുപോലെ തന്നെ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. നമ്മുടെ തടസ്സങ്ങൾക്ക് ഒരു പ്രധാന കാരണം നമ്മുടെ പാപങ്ങളാണ്. അതുകൊണ്ട് ദിവസവും കുറഞ്ഞത് 100 തവണയെങ്കിലും അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് ചൊല്ലുക. ഇത് ചൊല്ലിയാൽ ജീവിതത്തിൽ ബർക്കത്തും വിവാഹ കാര്യങ്ങൾ എളുപ്പമാക്കുകയും ചെയ്യും. അതുപോലെ തന്നെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക. മുത്തുനബിയുടെ മേൽ സ്വലാത്ത് അധികരിപ്പിക്കുന്നത് ദുആകൾ സ്വീകരിക്കപ്പെടാൻ കാരണമാകും. രാത്രി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ച് അള്ളാഹുവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുക. ആ സമയത്തെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്.
ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് വിവാഹം നടന്നില്ലെന്ന് വരാം. അതിനാൽ ഒരിക്കലും നമ്മൾ വിഷമിക്കരുത്. കാരണം അല്ലാഹു തആല അതിനും നല്ലത് നമുക്ക് നിശ്ചയിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ ആ വിവാഹം നടന്നാൽ നമുക്ക് പ്രയാസങ്ങൾ അനുഭവപ്പെട്ടെന്ന് വരാം. അതിൽ നിന്ന് അല്ലാഹു നമ്മളെ രക്ഷിച്ചതാവാം. അതുകൊണ്ട് ക്ഷമയോടെ കാത്തിരിക്കുക. ഒരിക്കലും മക്കളുടെ വിവാഹം വൈകുന്നതിൽ വിഷമിക്കരുത്. അവരെ കുറ്റപ്പെടുത്തരുത്. അല്ലാഹുവിനോട് ദുആ ചെയ്യുക. തീർച്ചയായും മാതാപിതാക്കളുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കും. ചിലപ്പോൾ വിവാഹം വൈകുന്നത് അല്ലാഹുവിൻ്റെ പരീക്ഷണമാവാം. അത് നല്ലതിനായി കരുതാം. അല്ലാഹു നിശ്ചയിച്ച സമയത്ത് യാതൊരു തടസ്സവുമില്ലാതെ വിവാഹം പെട്ടെന്ന് ശരിയാകും. അല്ലാഹു തആല നമുക്ക് ഏറ്റവും അനുയോജ്യമായ സമയത്ത് മാത്രമേ കാര്യങ്ങൾ നൽകൂ എന്ന ഉറച്ച വിശ്വാസം വേണം. ഹറാമായ വഴികളിൽ നിന്ന് വിട്ടുനിന്ന് ഹലാലായ നല്ലൊരു പങ്കാളിക്കായി അല്ലാഹുവിനോട് ദുആ ചെയ്യുക. അല്ലാഹുവേ, നമ്മളിൽ നിന്ന് വിവാഹ തടസ്സങ്ങൾ അനുഭവിക്കുന്ന എല്ലാവർക്കും അനുയോജ്യമായ ഈമാനും തഖ്വയുമുള്ള നല്ലൊരു ജീവിത പങ്കാളികളെ എത്രയും പെട്ടെന്ന് അവർക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്തു കൊടുക്കുക.